നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ കോച്ചായിട്ട് വരുമ്പോൾ ചോദ്യം ഓർഗെ ഹീസസിനോടാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമുകളിൽ ഒന്നിൻ്റെ പരിശീലക സ്ഥാനം എൻ്റെ മുന്നിലേക്ക് വച്ച് നീട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ. 2025 ജനുവരിയിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഓർഗെ ഹീസസ് പറയുന്നു. മറ്റു തരത്തിലുള്ള വാദങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടത് കൊണ്ടാണ് ആ ചിരി സ്വാഭാവികമായിട്ടും വരുന്നത്. ഏതായാലും ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ അൽ നസറിനെ ചാമ്പ്യന്മാരാക്കിയിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനോക്ക് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്നതായിരുന്നു തൻ്റെ പർപ്പസ് എന്നും ആ പർപ്പസ് ചെയ്തു കഴിഞ്ഞു, ഇനി അവിടം വിടുകയാണ് എന്നൊക്കെ ഓർഗെ ഹീസസ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഉള്ളിലൂടെ ഓർഗെ ഹീസസിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ അൽ നസർ നടത്തുന്നുണ്ടെന്നും CR7 അത് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും ഒക്കെ സൗദി അറേബ്യയിൽ നിന്ന് ന്യൂസുകൾ വരുന്നുണ്ട്. അതവിടെ വന്നോട്ടെ. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ESPN അദ്ദേഹത്തോട് ചോദിക്കുന്നതല്ല, നിങ്ങളിപ്പോൾ അൽ നസറൊക്കെ വിടുക എന്ന് പറയുകയാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ റോബർട്ടോ മാർട്ടിൻസ് പോർച്ചുഗലിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും, അപ്പോൾ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് ദേശീയ ടീമിൻ്റെ കോച്ചാകാനുള്ള പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി ദേശീയ ടീമിനോട് ആർക്കാണ് നോ എന്ന് പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമുകൾ ഒന്നിൻ്റെ പരിശീലക സ്ഥാനം എനിക്ക് വെച്ച് നീട്ടിയപ്പോൾ ഞാൻ നോ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി സെറ്റ് നോ ടു വൺ ഓഫ് ദി ബെസ്റ്റ് നാഷണൽ ടീംസ് ഇൻ ദി വേൾഡ്. ഇനി മറ്റൊന്നിനോട് എനിക്ക് നോ പറയാൻ പറ്റൂല. അദ്ദേഹം പറയുന്നത് തന്നോട് എഡ്നാൾഡോ റോഡ്രിഗസ് CBFൻ്റെ പ്രസിഡൻ്റായ സമയത്ത് ബ്രസീലിൻ്റെ കോച്ചാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നത് വേണ്ടെന്ന് വെച്ചെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ 2025 ജനുവരിയിൽ എൻ്റെ മുന്നിലേക്ക് CBF അവരുടെ പരിശീലക സ്ഥാനം, ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം വെച്ച് നീട്ടിയപ്പോൾ ഞാൻ എന്തുകൊണ്ട് യെസ് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. അന്ന് എനിക്ക് വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ബ്രസീലിൻ്റെ കോച്ചാവാമായിരുന്നു. പക്ഷേ ആ മൊമെൻറ്റിൽ ഞാൻ കൺസിഡർ ചെയ്തത്, ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ടല്ലോ, അന്ന് ഞാൻ ഏറ്റെടുത്തിരുന്ന ചാലഞ്ച് അൽ ഹിലാലിൻ്റെ കോച്ച് നിലയിലുള്ള ചാലഞ്ച്, അത് അബാൻഡൻ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാതിരുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഞാൻ നോ പറയൂല എന്നാണ് ഓർഗെ ഹീസസ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ അന്ന് 2025 ജനുവരി നമുക്കൊക്കെ ഓർമ്മയുള്ള സമയമല്ലേ. അന്ന് നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിട്ടൊക്കെ ബ്രസീലിലേക്കൊക്കെ എത്തി, സാൻഡോസിലേക്കൊക്കെ എത്തിയ സമയമല്ലേ. ഈ ഓർഗെ ഹീസസുമായിട്ട് അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലല്ലോ നെയ്മർ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു നീക്കം CBF നടത്തുമ്പോൾ നെയ്മർ തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓർഗെ ഹീസസ് ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ നോ എന്ന് പറഞ്ഞതാണ് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.